മെലിഞ്ഞിട്ട് കുറച്ച് വയറ് മാത്രം ചാടിയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ് നിങ്ങൾ. എന്നൊരു സത്യം പറയട്ടെ, നിങ്ങൾ അത്ര ഹെൽത്തി ഒന്നുമല്ല. നിങ്ങൾ ഈ കുറച്ച് ചാടിയ വയറില്ലേ, അത് നിങ്ങൾ രോഗിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരിക്കും ഒരു വാർണിംഗ് സൈനാണ്. നമുക്ക് വരാൻ പോകുന്ന അസുഖങ്ങളുടെ ഒരു റെഡ് ഫ്ലാഗ് ആയിട്ട് വേണമെങ്കിൽ അതിനെ കാണിക്കാം. നിങ്ങളുടെ ശരീരത്തിന്റെ ഭാരവും ഹൈറ്റും ഒക്കെ വെച്ച് കമ്പയർ ചെയ്ത് നിങ്ങളെ ഇത് തൂക്കം നോക്കുമ്പോൾ നിങ്ങളുടെ വെയിറ്റ് പക്ക നോർമലായിരിക്കും. നിങ്ങളുടെ വെയിറ്റ് നോർമൽ ആണെങ്കിൽ പോലും നിങ്ങൾ മെറ്റബോളിക്കലി ഒബേസ് ആണെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഭാരമൊന്നും കൂടുതലില്ലെങ്കിൽ പോലും അകത്ത് നിന്ന് നിങ്ങളുടെ വയറ്റിൻ്റെ ഉള്ളിൽ ഈ നെയ്യ് അടിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടിഞ്ഞുകൂടിയ ഫാറ്റ് ഉണ്ടല്ലോ, അത് ആക്ച്വലി നമ്മുടെ ലിവറിനെ, നമ്മളെ ഇൻറ്റസ്റ്റൈനൽ ഓർഗൻസിനെ, ഇൻറ്റസ്റ്റൈനിനെ, അതുപോലെ പാൻക്രിയാസിനെ, ലിവറിനെ, കിഡ്നിനെ ഒക്കെ, ഹൃദയത്തിനൊക്കെ പൊതിഞ്ഞിട്ടാണ് ഈ നെയ്യിരിക്കുന്നത്. ഈ ബെല്ലി ഫാറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ഉണ്ടായേക്കാവുന്ന അസുഖങ്ങൾ, അല്ലെങ്കിൽ ഈ ബെല്ലി ഫാറ്റ് ഉള്ളവർക്ക് നിലവിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡയബറ്റീസ് ഉണ്ടാവും. ഡയബറ്റീസിനെ പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് നമ്മളെ ശരിക്കും കൊല്ലുന്നൊരു രോഗമാണ്. 1 by 1 ആയിട്ട് നമ്മുടെ എല്ലാ ഓർഗൻസിനെയും നശിപ്പിച്ച് കളയും. നമ്മളെ കണ്ണ്, അതുപോലെ നമ്മളെ ഞരമ്പുകളെ, നമ്മുടെ ലിവറിനെ, കിഡ്നിയെ എല്ലാത്തിനെയും നശിപ്പിക്കുന്ന ഒരുതരം വൃത്തികെട്ട അസുഖമാണ് ഡയബറ്റീസ്. അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഇതുപോലെ തന്നെ ഒരു സൈലന്റ് കില്ലറാണ്. നമ്മളെ മെറ്റബോളിസം ഓൾറെഡി തകരാറിലിരിക്കുമ്പോഴാണ് നമുക്ക് ബെല്ലി ഫാറ്റ് വരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ബെല്ലി ഫാറ്റ് വന്നു കഴിഞ്ഞ് ലിവറിനെ പൊതിഞ്ഞു കഴിയുമ്പോൾ വീണ്ടും നമ്മളുടെ മെറ്റബോളിസം വീണ്ടും തകരുകയും നമ്മളെ കൂടുതൽ രോഗിയാക്കി മാറ്റുകയും ചെയ്യും. അതുപോലെ സ്ത്രീകളിലൊക്കെ PCOSും അതുപോലെ തന്നെ ഇതുപോലെ ഉണ്ടാകുന്ന ഇറഗുലർ ഹോർമോണൽ ഇഷ്യൂസും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ഹൃദയത്തിന് ചുറ്റും ഈ പറയുന്ന കൊഴുപ്പ് വന്ന് അടിയുകയും ഹൃദയത്തിലേക്കുള്ള ധമനികളിൽ വന്നത് അടിയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്കും അതുപോലെ തന്നെ മറ്റ് ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ ഉണ്ടാക്കാനും ഇത് കാരണമാകുന്നുണ്ട്. അതുപോലെ ഇൻഫെർട്ടിലിറ്റി, അതുപോലെ തന്നെ പുരുഷന്മാരിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ലോ ബാക്ക് ഏക്ക് പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻസ്, ബോഡി ഇൻഫ്ലമേഷൻസ് എന്ത് കാരണത്താൽ ഉണ്ടാകുന്നു എന്ന് പറയാൻ പറ്റാത്ത രീതിക്കുള്ള ഇൻഫ്ലമേഷൻസും വേദനകളും ബുദ്ധിമുട്ടുകളും ഇറിറ്റേഷൻസും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ അധികമാണ്. ഈ തിന്നായിട്ടുള്ള ആളുകളിലും ഈ ബെല്ലി ഫാറ്റ് ഇങ്ങനെ വളരെ കൂടുതലായിട്ട് വരാനുള്ള കാരണങ്ങൾ ഏതൊക്കെ സാഹചര്യത്തിലാണ് ഇത് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. മെയിനായിട്ട് പറയേണ്ട ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. നമ്മുടെ ജീവിത രീതി, ഇപ്പോഴത്തെ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതും ഉറക്കമില്ലാത്തതും സ്ട്രെസ് എടുക്കുന്നതും ഒക്കെ, ഇത് ഞാൻ ലൈഫ് സ്റ്റൈലിൽ ഇത് പെടുത്തിയേ ഉള്ളൂ. ഓരോന്ന് മെയിൻ പോയിന്റ് തന്നെയാണ്. ഒന്ന് ലൈഫ് സ്റ്റൈലാണ്, അതുപോലെ തന്നെ ഓവർ സ്ട്രെസ് ഒരു മെയിൻ കാരണമാണ്. സ്ട്രെസ് എടുക്കുമ്പോൾ നമ്മളെ മെറ്റബോളിസം കംപ്ലീറ്റ്ലി താറുമാറാകും. ഉറക്കക്കുറവ് ഒരുപക്ഷെ നമ്മുടെ ജോലിയായിരിക്കും അതിനുള്ള കാരണം, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് സ്ട്രെസ്സുകളായിരിക്കാം ഉറക്കക്കുറവിന് കാരണം. ഇതുപോലെയുള്ള ഉറക്കക്കുറവും ഈ ബെല്ലി ഫാറ്റിനെ ഉണ്ടാക്കുകയും ചെയ്യും. അതുപോലെ ഇറഗുലർ ഈറ്റിംഗ് ഹാബിറ്റ്സ്, അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപക്ഷെ തൊഴിലായിരിക്കാം ഇതിനുള്ള കാരണം. ഒന്ന് നമ്മൾ മുമ്പൊക്കെ ആണെങ്കിൽ നമ്മളെ ഭക്ഷണത്തിൻ്റെ സമയം ഭയങ്കര കറക്റ്റായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ചിലപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കുന്ന 1 മണി എന്നുള്ളത് ചിലപ്പോൾ 3 മണിക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ 12 മണിക്കോ തന്നെയോ ആയിരിക്കാം കഴിക്കുന്നത്. അത് ഒരു റീസണാണ് ഈ പറയുന്ന നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന സമയത്തിൽ വരുന്ന ഇറഗുലാരിറ്റി. അതുപോലെ തന്നെ ഭക്ഷണത്തിലുള്ള ക്രമത്തിലുള്ള, പണ്ടൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനൊരു രീതി ഉണ്ടായിരുന്നു, ഈ ഇന്ന രീതിക്കുള്ള ഭക്ഷണം. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ ഉച്ചയ്ക്ക് പൊറോട്ട കഴിക്കും, ചിലപ്പോൾ ഉച്ചയ്ക്ക് ബിരിയാണി കഴിക്കും, ചിലപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കും, ചിലപ്പോൾ ഉച്ചയ്ക്ക് ചപ്പാത്തിയും കഴിക്കും. അപ്പോൾ ആ ഒരു ഇറഗുലാരിറ്റി ഇല്ലേ, അതും ഈ പറയുന്ന ഒരു ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്, ഈ ബെല്ലി ഫാറ്റ് ഉണ്ടാക്കുന്നുണ്ട്. കാരണം നമ്മുടെ ശരീരത്തിൽ ഇതിനെ പചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ദഹനരസങ്ങളുടെ ഉൽപ്പാദനത്തിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വരുമ്പോൾ പലപ്പോഴും ഈ പാചനം ശരിയായ രീതിക്ക് നടക്കണമെന്നില്ല. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. ഒന്ന് നമ്മുടെ പഞ്ചസാര, അതുപോലെ തന്നെ ഇപ്പം കുടിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ, അതുപോലെ ജ്യൂസിനെ ഉൾപ്പെടുത്താൻ കേട്ടോ. ഈ നമ്മൾ ജ്യൂസ് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചാൽ അതിലുള്ള കംപ്ലീറ്റ് എന്താ പറയുക, നാരുകളെ നമ്മൾ അരിച്ച് എടുത്ത് കളഞ്ഞ് അതിലുള്ള നീര് മാത്രം ഊറ്റി കുടിക്കുന്നതും അത്ര നല്ലതൊന്നുമല്ല. അതുപോലെ ഹോർമോണൽ ഇംബാലൻസ്, പിന്നെ വ്യായാമം എല്ലാവർക്കും അറിയാമല്ലോ. വ്യായാമം ഇല്ലാത്ത തന്നെയാണ് ഇപ്പോഴത്തെ നമ്മുടെ സൊസൈറ്റി മൊത്തം നേരിടുന്ന ഒരു പ്രശ്നം. ബെല്ലി ഫാറ്റ് ശരീരത്തിൽ കൂടുന്നതുകൊണ്ട് നമുക്ക് ഉണ്ടായേക്കാവുന്ന ബുദ്ധിമുട്ടുകളില്ലേ, അതെന്തൊക്കെയാണെന്ന് നോക്കാം. ബ്ലോട്ടിങ്, എപ്പോഴും പുളിച്ച് തികട്ടി വരുന്ന ഒരവസ്ഥ. പിന്നെ നെഞ്ചരിച്ചിൽ, അസിഡിറ്റി ഉണ്ടായിട്ട് നെഞ്ചരിച്ചിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരവസ്ഥ. അതുപോലെ എപ്പോഴും ഒരു ക്ഷീണം ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ലോ ബാക്ക് ഏക്ക് ഉണ്ടാവുക, ഒരു ശരീരത്തിനൊരു ജഡത്വം തോന്നുക, എപ്പോഴും ഒരു ഭാരം തോന്നുക, നമ്മളെ ശരീരത്തിന് ഉള്ളതിനേക്കാളും ഭാരവും, അതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. ഒന്നും ചെയ്യാനുള്ള ഒരു എനർജി ഇല്ലാതിരിക്കുക,
ജോലി ചെയ്യാനോ അല്ലെങ്കിൽ റെഗുലർലി ചെയ്യുന്ന കാര്യങ്ങൾ പോലും ചെയ്യാനുള്ള മടികൾ വരുന്ന ഒരവസ്ഥയും നമുക്കുണ്ടാവും. അതുപോലെ ചില ഭക്ഷണങ്ങളെടുത്ത് ഭയങ്കര ക്രേവിങ്സ് വരും, ഷുഗർ ക്രേവിങ്സ് വരും. ഇതൊക്കെ ഈ പറയുന്ന ബെല്ലി ഫാറ്റ് കൂടിയിട്ട് നമുക്കൊരു അസുഖം അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ പൂർവ്വരൂപം. അതുപോലെ ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടാവും. സ്ത്രീകളിലാണെങ്കിൽ ഈ പറയുന്ന പീരിയഡ്സിന് ഇറഗുലാരിറ്റി ഒക്കെ പതുക്കെ തുടങ്ങും. ചിലപ്പോൾ സ്കാനിങ്ങിൽ PCOD ഒന്നും ഉണ്ടാവണമെന്നില്ല, പക്ഷെ പതുക്കെ പതുക്കെ ഇറഗുലാരിറ്റി വന്ന് വന്ന് നമുക്ക് ഈ പ്രശ്നത്തിലേക്ക് നമ്മൾ എത്തിക്കും. ഇനി നമുക്ക് അവസാനമായിട്ട് നോക്കാം, ഈ ബെല്ലി ഫാറ്റിനെ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇറഗുലർ ഡയറ്റ് മാറ്റിയിട്ട് ഒരു നല്ലൊരു റെഗുലർ ഡയറ്റിലേക്ക് വരിക. വ്യായാമം ഇല്ലായ്മ മാറ്റിയിട്ട് നല്ല വ്യായാമം ചെയ്യുക. ഉറക്കമില്ലായ്മ ഒഴിവാക്കിയിട്ട് മര്യാദയ്ക്ക് ഉറങ്ങാൻ നോക്കുക. അതുപോലെ തന്നെ സ്ട്രെസ് ഒഴിവാക്കിയിട്ട് നല്ല ഒരു സ്ട്രെസ് ഫ്രീ ലൈഫിലേക്ക് വരാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ ഒരു മെഡിറ്റേഷൻ ചെയ്യുക, ഒരു യോഗ ചെയ്യുക, ഒരു ജിമ്മിൽ പോവുക, നടക്കാൻ പോവുക, നല്ല സുഹൃത്തുക്കളുമായിട്ട് കുറച്ച് സമയം ഇരുന്ന് കഥ പറയുക, കുടുംബത്തോടൊപ്പം നല്ല നല്ല സമയം സ്പെൻഡ് ചെയ്യുക. ജോലി അല്ലെങ്കിൽ പൈസ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുന്നതുകൊണ്ട് അതൊന്നും നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു തിരിച്ചറിവില്ല. നമ്മളെ മാനസികമായിട്ട് എത്ര റിലാക്സ് ആയിട്ടിരിക്കുന്നോ അത്ര എളുപ്പം നമുക്ക് ഈ സ്ട്രെസ്സുകളെല്ലാം ഓവർകം ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയുള്ള ക്വാളിറ്റി ടൈംസ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്ത് പതുക്കെ നമ്മൾ സ്ട്രെസ്സുകളൊക്കെ കുറച്ചുകൊണ്ട്. അതുപോലെ റിഫൈൻഡ് ഷുഗേഴ്സിൻ്റെ യൂസ് ഒഴിവാക്കുക. ജ്യൂസുകൾ കുടിക്കുമ്പോൾ പരമാവധി എപ്പോഴും പഞ്ചസാര ഇടാതെ കുടിക്കുക. കൊക്കക്കോള, പെപ്സി പോലെയുള്ള ഷുഗേർഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സുകൾ കുടിക്കാതിരിക്കുക. ജ്യൂസ് കുടിക്കുമ്പോൾ നാരോട് കൂടി കുടിക്കാൻ നോക്കുക. അതുപോലെ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ കൂടുതലായിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്തുക. വ്യായാമം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ പട്ടിണി കിടന്നിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഷോർട്ട് കട്ടിൽ ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു വീഡിയോയിൽ കണ്ട് ഡയറ്റോ എടുത്തിട്ടല്ല നമ്മൾ നമ്മളെ ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ നോക്കേണ്ടത്. ഇതുപോലെയുള്ള മൊത്തത്തിലുള്ള നമ്മളെ ലൈഫ് സ്റ്റൈലിനെ, ലൈഫിനെ റീഫ്രെയിം ചെയ്തിട്ടാണ് നമ്മളതിനെ ക്ലിയർ ആക്കി എടുക്കേണ്ടത്. അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് താൽക്കാലികമായിട്ടുള്ളൊരു ശമനം തരികയും അതുകൊണ്ട് ലൈഫിൽ മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യും. ഇത് നമ്മൾ OPയിൽ കാണുന്നതാണ്. എനിക്ക് ഭയങ്കര തടിയുണ്ട്, അല്ലെങ്കിൽ ഒരു സ്കാനിങ്ങിൽ ഒരു ഫാറ്റ് ലിവർ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ സഡനായിട്ട് ലൈഫ് സ്റ്റൈൽ മാറ്റുകയും, ലൈഫ് സ്റ്റൈൽ മാറ്റുന്നില്ല, ഭക്ഷണം മാത്രം മാറ്റുകയും പെട്ടെന്ന് ഡയറ്റ് കട്ട് ചെയ്ത് ഭയങ്കര ഭക്ഷണം കുറയ്ക്കുകയൊക്കെ ചെയ്ത് ഇഷ്യൂസ് ഉണ്ടാകുന്നതായിട്ട് കാണാം. അപ്പോൾ അങ്ങനത്തെ മണ്ടത്തരമൊന്നും കാണിക്കരുത്. മണ്ടത്തരം ഞാൻ ആരെയും കുറച്ച് പറയുന്നതല്ല, നമ്മൾ അങ്ങനെ ചെയ്യുന്ന ശരിക്കും ഫലത്തിലൊരു മണ്ടത്തരമായിട്ടാണ് വരും. നമ്മൾ ആരോഗ്യത്തിന് നല്ലത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യം ആരോഗ്യത്തിന് മോശമാണ് തരുന്നത്. അതുകൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എപ്പോഴും അതിനെ കൺട്രോൾ ചെയ്ത് വരിക.